ഹായ് അക്ഷിത വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ കുറേ ആയല്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്നലെ എൻ്റെ റൂംമേറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇത് കണ്ടപ്പോൾ ജിദ്ദയിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജിദ്ദയിലെ പഴയ കോർണിച്ചാണ് നമ്മുടെ വാട്ടർഫോളുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ വളരെ അടുത്താണിത്, സുലൈമാൻ ഫക്കീയുടെ. എന്നാലും ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. ആദ്യമായിട്ടാണ് അവൾ പോകുന്നത്. ഞാനിതിനു മുമ്പ് ഇതിൻ്റെ പഴയ, അതായത് റെഡ് സീ മോളിൻ്റെ അവിടെയുള്ള കോർണിച്ചിൽ നമ്മളിടയ്ക്ക് പോകാറുണ്ട്. ഇവിടേക്ക് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. വാട്ടർഫോൾ കാണാമല്ലോ അല്ലേ. നമുക്ക് ഇപ്പം ഇത്രയും നേരത്തെ ആയത് കാരണമാണ് അതൊരു ഭംഗിയില്ലാണ്ട് കാണുന്നത് കേട്ടോ. ബർത്ത്ഡേകൾ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ദേ അവിടെ ഇരിക്കുന്നു. അവളാണ് ബർത്ത്ഡേകളാണ് നമ്മുടെ ക്യാമറകൾ. ഞങ്ങളവിടെ ചെന്നു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാമറ എടുക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ ഐസ്ക്രീമും ഒരു കയ്യിൽ ഫോണുമാണ്. അങ്ങനെ അവൾക്കത് മടുത്ത കാരണം അത് അവൾ കൊണ്ട് കളഞ്ഞിട്ടിട്ട് നടന്നു വരുന്നതാണ്. ഞാൻ പിന്നെ 15 റിയാൽ കൊടുത്ത് മേടിച്ചുകൊണ്ട് കളഞ്ഞില്ല, തിന്നു. അതിന് നമ്മൾ പോയത് ഫിഷ് ഷോപ്പിലാണ്. നമ്മുടെ ഇവിടെ ബലത്തിലോട്ട് പോകുന്ന വഴിയുള്ള ആ വലിയ മാർക്കറ്റില്ലേ ഫിഷിൻ്റെ, അവിടെ ഞങ്ങൾ ജസ്റ്റ് കയറി. അതായത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു ഫിഷ് മാർക്കറ്റിൽ പോകണമെന്നുള്ളത്. ബർത്ത്ഡേ ആയതുകൊണ്ട് അതുപോലെ അങ്ങ് സാധിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ പോകുന്ന സമയം കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ, നല്ലപോലെ ഇരുട്ടി. ആദ്യം നടക്കുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എന്താ പറയുക, ഡ്രൈവർ ചേട്ടനാണ് നമ്മളവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാമെന്ന് അവർക്ക് തോന്നരുതല്ലോ, നമ്മൾ പെർമിഷൻ ഇല്ലാണ്ടാണ് എടുക്കുന്നത്. എനിക്കറിയില്ല ഇവിടെ അങ്ങനെ പോയി വീഡിയോ എടുക്കാവോ സൗദിയിൽ നിന്നൊന്നും. അപ്പം നമ്മൾ ജസ്റ്റ് നടക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നു എന്നേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് എന്തൊക്കെ മീനാണ് കൂടുതൽ ഈ കാണാവയും പിന്നെ വലിയ വലിയ മീനൊക്കെയാണ് ഉള്ളത്. ചെറിയ മീനൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ പോയെന്നാൽ ഇങ്ങനെ തൂക്കി കൊടുക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ പോയിട്ടുണ്ട് പണ്ട്, ഇപ്പോഴല്ല, 2021 ഇങ്ങനെ കുറേ സ്റ്റോൾ ഇങ്ങനെ ഇട്ടിരിക്കും കേട്ടോ. അവിടെയൊക്കെ നിറച്ചും മീനാണ്. നല്ല ലാഭത്തിൽ നമുക്ക് മീൻ കിട്ടും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് അവർ ക്ലീൻ ചെയ്ത് തരില്ല, നമ്മളായിട്ട് ക്ലീൻ ചെയ്യണം. അത് അയിലയാണ്, നിറച്ച അയിലയും. 1 കിലോ അയിലയ്ക്ക് 5 റിയാലേ ഉള്ളൂ. നമ്മൾ പലതിലൊക്കെ പോയി മേടിക്കുമ്പം അയില മീനൊക്കെ വാങ്ങുമ്പോഴത്തേനും നമുക്ക് കുറച്ചല്ലേ കിട്ടുന്നത്. ഇവിടെ ഒത്തിരി ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ തീർന്നിട്ട് പോയതാണ്. 2 സൈഡിൽ ഇതുപോലെയാണ്. അവിടെയാണ് ഹാർബർ വരുന്നത്. പകലായിരുന്നെങ്കിൽ നല്ലപോലെ വ്യൂ ചെയ്യാമായിരുന്നു. ഇപ്പോൾ രാത്രി ആയത് കാരണം എനിക്ക് ഈ സൈഡിലൊക്കെ നിറച്ചും 2 സൈഡിലും ഇങ്ങനെ നിറച്ച് സ്റ്റോളാണ്. അപ്പം നമ്മളവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ആ അയിലമീൻ കണ്ടെടുത്തുന്ന അയിലമീൻ നമ്മൾ മേടിച്ചു. 1 കിലോ 5 റിയാൽ വെച്ച്. അപ്പം ഞങ്ങൾ 2 പേരും 5 റിയാൽ 14 അയിലയും മറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ പിന്നെ കൊഞ്ചാണ് തപ്പിയത്. കൊഞ്ചിന് 1 കിലോയ്ക്ക് 30 റിയാൽ അവർ പറഞ്ഞു. പിന്നെ അവരത് 20 റിയാലിന് 1 കിലോ നമുക്ക് തന്നു കേട്ടോ. പിന്നെ അവിടെ മുഴുവൻ നിറച്ചും മീനുണ്ട് കേട്ടോ. നമുക്കപ്പം ഏത് മീനാണ് വേണ്ടത് അതവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെ ക്ലീൻ ചെയ്ത് തരാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ട്. നമ്മൾ ഇങ്ങോട്ടായിട്ട് ഇറങ്ങിയതല്ലാത്തത് കൊണ്ടും പിന്നെ വലതിലും കൂടെ ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ജസ്റ്റ് മീൻ മേടിച്ച് വണ്ടിയിൽ വെക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അവിടെ കയറിയത്. അപ്പുറത്തെ ആ സൈഡിലാണ് അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് മലയാളി ആ ഒരു ഏരിയ മൊത്തം ക്ലീനിങ് സെക്ഷനാണ്. നമ്മളിവിടെ നിന്ന് മീൻ വാങ്ങുക, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരത് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ആ ഒരു ഏരിയ നിറച്ച് നിൽക്കുന്ന ആളുകൾ മൊത്തം ഇത് ക്ലീൻ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പുറത്തെ സെക്ഷനിൽ മീൻ വാങ്ങുക, അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ട് ക്ലീൻ ചെയ്ത് തരിക. ഞങ്ങളിങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ വരും കേട്ടോ. ഞങ്ങളതിനെയും കൂടെ സിനിമയിൽ അഭിനയിപ്പിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ